ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ പിടിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 500 ഗ്രാം ചിക്കൻ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 വലിയ ഉള്ളി, 3 മുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി, ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, കുറച്ച് ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്കുള്ള ഇറച്ചി ഒന്ന് റെഡിയാക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ച പൊടികൾ കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള പിടി ഉണ്ടാക്കാൻ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിനായി ഒരു കപ്പ് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കട്ടയില്ലാതെ ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത അരിപ്പൊടി ഇതുപോലെ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചൂട് പോകുന്നതിന് മുമ്പേ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ ഓരോ ചെറിയ ഉരുളകളായി എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുത്ത് ഇതുപോലെ ചെറിയ പിടികൾ ഉണ്ടാക്കി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് ഉണ്ടാക്കി വെച്ച പിടികൾ കുറേശ്ശെയായി ഇതിലിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. എല്ലാ പിടികളും വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലുള്ള വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് വേവിച്ച് വെച്ച പിടികൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് പിടിയിൽ നല്ലവണ്ണം പിടിച്ചു കിട്ടും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ച തേങ്ങയും ഉള്ളി, ജീരകം ഇവ ഇട്ടതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത തേങ്ങ പിടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പിടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.